ഹായ് ഫ്രണ്ട്സ്, വന്ദനയാണേ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ഇതായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പിലെ അതിമനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാം. അത് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൻ്റെ ഭംഗി, നിറയെ പൂക്കൾ നിറഞ്ഞിട്ട് നല്ല അടിപൊളിയായിരിക്കുന്നത്. നാട്ടിലെ ബസ് സ്റ്റോപ്പ് എന്ത് ഭംഗിയാണ്, എനിക്ക് ഇഷ്ടമായിട്ടാ. നിങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ ബസ് സ്റ്റോപ്പ്? പിന്നെ ഇന്ന് ഞാനിപ്പോൾ ക്ലാസ്സിൽ പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ ലാസ്റ്റ് ഡേ ആണ്, അതായത് സെൻഡ് ഓഫ് എന്ന് തന്നെ പറയാം. സെൻഡ് ഓഫ് ഇന്ന് നോമ്പുകാലം ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ സെൻഡ് ഓഫ് ഒക്കെ ആഘോഷിച്ചു. പക്ഷെ എന്നാണ് സെൻഡ് ഓഫിൻ്റെ ഡേ വരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും പിരിയുന്ന ദിവസമാണ്. ഒരുപാട് സങ്കടവും ഉണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒരുപാട് പേരെ കാണാനും അറിയാനും അടുത്തിടപഴകാനൊക്കെ പറ്റി, പഠിക്കാനും ഒക്കെ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. നമ്മൾ അടുക്കളേൻ്റെ ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം കൊണ്ടുവരും. ഇവിടെയാണ് നമ്മളിപ്പം ഗ്രില്ല് വെക്കുന്നത്. അതാ ഗ്രില്ല് വരുന്നു. ഗ്രില്ല് വെക്കണം. എൻ്റെ ഗ്രില്ലൊക്കെ വെച്ച് സെറ്റാക്കി ഇതാണ്. ഡോറ് ഞാൻ അടച്ചിട്ട് കാണിച്ചു തരാം, സെക്കൻഡ്. അതാ അവിടെയൊക്കെ കട്ടയൊക്കെ വെച്ചിട്ട് ഇനിയാക്കി തന്നവർ. ഞങ്ങൾക്കിവിടെ ഡോറുണ്ട്. ഡോറിൻ്റെ വാതിൽ അങ്ങോട്ട് ഈ ഒരു സൈഡിലേക്കാണുള്ളത്. നമുക്കിതാ ഡോർ അടയ്ക്കാം. അങ്ങനെ എൻ്റെ കിച്ചൺ സെറ്റായി. ഇനി കുറച്ചുകൂടി പണിയുണ്ട്. ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. ഒരുപാട് സന്തോഷമായി. ഇനി നായും പട്ടിയും പൂച്ചയൊന്നും കയറൂല. മറ്റേ എപ്പോഴും എന്തെങ്കിലും നായും പൂച്ചയൊക്കെ വന്ന് കയറിയിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കും. ഇതിൻ്റെ ബാക്കി പണികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ ചെയ്യാനുണ്ട്. അച്ഛൻ വന്നപ്പോൾ കുറച്ച് ചൂട്ടൊക്കെ തറച്ച് വെച്ചായിരുന്നു. പണിത്തിരക്കിൽ എനിക്ക് ചൂട്ടൊന്നും തറയ്ക്കാൻ നേരമില്ലല്ലോ, അമ്മയ്ക്കും വയ്യല്ലോ. പിന്നെ മേലെയും കുറച്ച് ചൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ചൂട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ, കണ്ടാലറിയാലോ അല്ലേ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്. ഇനി പൊടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അകത്തുള്ള ഗ്യാസ് അടുപ്പൊക്കെ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് കാണാം. ഇനി നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വാതിൽ തുറക്കുകയാണ്. ഹായ്, പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട് എൻ്റെ കിച്ചൺ? ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണേ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പാളാക്ക്. ഞാൻ മുൻപത്തെ ചൂലുണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പാളാക്കെന്നൊക്കെ. അതാണിത്. പിന്നെ ഇത് പാളേൻ്റെ വിശറി, അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ അധികം എവിടെയും കാണലില്ല. 90s കൂടുതലും ഇതൊക്കെയായിരുന്നു എല്ലാവരും വേനൽക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കടുത്ത വേനലായതുകൊണ്ടാണ്. ഇപ്പം നമ്മളിതാ വിശറിയാണ് ഇപ്പോൾ ഇതിങ്ങനെയാണ് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ പാള മുറിച്ച് ഇതുപോലെ ഷേപ്പിൽ വെട്ടിയിട്ട് ഇങ്ങനെ വീശും. പണ്ട് കാലത്ത് വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ വീശി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ. നമ്മളെ സുമ ചേച്ചി അതാ വെള്ളം കൊണ്ടുവരുന്ന. എന്ത് സുമ ചേച്ചിയാ? ഇന്ന് നല്ല മഴക്കാറുണ്ട്, പെയ്യൊന്നുമില്ല. വെള്ളമില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ. താഴേന്ന് കൊണ്ടുവരാ സുമ ചേച്ചി.
സുമച്ചേച്ചി വെക്കുന്നുണ്ട് 2 ഡാൻസ് ഒക്കെ കളിക്കണം കേട്ടോ. ചൂടായപ്പോൾ നല്ല കാറ്റ് കിട്ടും ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ. ആ പറിച്ചുണ്ടോ ഒരു ആകുമ്പോൾ പറിച്ചാൽ മതി. സുമച്ചേച്ചീൻ്റെ അവിടെ വെള്ളം ഇല്ലായിട്ട് താഴെ റോഡിൻ്റെ മുകളിൽ ഒരു വീടുണ്ട്, അവിടെ പോയിട്ട് സുമച്ചേച്ചി വെള്ളം കൊണ്ടുവരുന്നത്. പാവം. പുതിയ തയ്യൽ മെഷീൻ വാങ്ങുകയാണ്. 28-ാം തീയതി എനിക്ക് എക്സാമാണ്. അപ്പോൾ അതിന് മുന്നേ കുറേ തയ്ക്കാനൊക്കെ ഉണ്ട്, തയ്ച്ച് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തയ്യൽ മെഷീൻ അത്യാവശ്യമായതുകൊണ്ട് കൈപ്പശ്ശേരി വീട്ടിലേക്ക് നമ്മൾ തയ്യൽ മെഷീൻ വാങ്ങുകയാണ്. ഇവിടെ തയ്യൽ മെഷീൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചേച്ചി. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ഒരു സൈഡിലുള്ള എല്ലാം സെക്കൻഡ് ഹാൻഡാണ്. സെക്കൻഡ് ഹാൻഡ് വേണ്ടവർക്ക് സെക്കൻഡ് ഹാൻഡും എടുക്കാം, ഫസ്റ്റ് വേണ്ടവർക്ക് ഫസ്റ്റും കിട്ടും. അപ്പം നമ്മളെ മെഷീൻ ഇതാ വരുന്നു. ചേച്ചി ഓട്ടോ കിട്ടിയോ? ഇതാണ് നമ്മൾ വാങ്ങിയ മെഷീൻ. നമ്മളെ തയ്യൽ മെഷീൻ ഇതാ ഓട്ടോ വിളിച്ചിട്ട് അതിൽ കയറ്റിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. റീത്ത എന്നാണ് നമ്മളെ മെഷീൻ്റെ പേര് കേട്ടോ. സെക്കൻഡ് ഹാൻഡാണ്. നമ്മൾ ഈ തയ്യൽ മെഷീൻ വാങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയുള്ള അയാൻ ഏജൻസീസ് എന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ. നല്ല സർവീസായിരുന്നു അവിടെ. അപ്പോൾ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും. നമ്മളങ്ങനെ തയ്യൽ മെഷീനും കൊണ്ട് വീട്ടിലെത്തിയപ്പോഴാണ് വേറൊരു വിശേഷം. നമുക്കൊരു പുതിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഗേൾസ്. സർപ്രൈസാണ് ഗേൾസ്, നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ സർപ്രൈസ്, ഒരു ഗ്രൈൻഡർ. അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു ഗ്രൈൻഡർ വേണമെന്നുള്ളത്. അപ്പം നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം. നമ്മളൊരു കത്രികയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കവറ് കത്തിലായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മ്യൂസിക്കൊക്കെ ഉണ്ടാവും കേട്ടോ, ഞാനായതുകൊണ്ട്. എൻ്റെ കുറേ കാലത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു ഗ്രൈൻഡർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതെന്താ ഗ്യാരണ്ടി കാർഡാണെന്ന് തോന്നുന്നു. ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഒരു മാനുവൽ കാർഡൊക്കെ ഉണ്ട് ഗ്രൈൻഡറിനെ പറ്റി. പിന്നെ വാറണ്ടി കാർഡുണ്ട്. വാറണ്ടി കാർഡുണ്ട്. യാ മക്കളെ, നമ്മുടെ ഗ്രൈൻഡർ കിട്ടിയിരിക്കുകയാണ്. ഉദ്ഘാടനമാണ്. ഔദ്യോഗികമായി നമ്മൾ എന്താ പൊട്ടിക്കുന്നത്, മറ്റേ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ പൊട്ടിക്കില്ലേ ഇങ്ങനത്തെ വെച്ചിട്ട്. ബ്ലേഡൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ സ്വന്തമായിട്ടൊരു ഗ്രൈൻഡർ കിട്ടുന്നത്. ഏറിയ കാലത്തിന് ശേഷം പാലക്കാട് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എല്ലായിടത്തും ഉണ്ട്. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഗ്രൈൻഡർ വറക്കിക്കാനൊന്നും അറിഞ്ഞൂടാ, പക്ഷേ വറക്കിക്കണം, പഠിക്കണം. പാലക്കാടുള്ള നെല്ലിയമ്പതിയിലെ ഗ്രൈൻഡർ നമ്മൾ ഒരു വീഡിയോയിൽ പല വീഡിയോയിലും കണ്ടിട്ടില്ലേ, മൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുക.